റിപ്പോർട്ട് അനുസരിച്ച് ഈ മാനേജ്മെന്റ് ഇവാൻ മുക്കോമാനോസിനെതിരെ 1 കോടി രൂപ പിഴ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ്. ഇപ്പോൾ നമ്മുടെ മംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ആ വിവാദമായിട്ടുള്ള നോക്കൌട്ട്, അതായത് വാക്കൌട്ട് പ്രശ്നത്തിന് ശേഷം ഇവാൻ മുക്കോമാനോസിനോടൊപ്പം സർവ്വപിന്തുണയുമായിട്ട് ക്ലബ്ബ് നിൽക്കും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ എന്ന് പറയുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേദനം താങ്ങി കൊടുക്കുന്ന മഞ്ഞക്കൂടെയും ഇവരെ വേറെ രീതിയിൽ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും പല പ്രവർത്തനങ്ങളും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, മീൻസ് അതിന് അക്കാദമിയിൽ നടക്കുന്ന രംഗങ്ങളെ കുറിച്ച്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവാൻ മുക്കോമാനോസ് എന്ന മനുഷ്യന്റെ മേൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി 1 കോടി രൂപ പിഴ ഇട്ടിരുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തേക്ക് റിപ്പോർട്ട്. ഇവിടെ ഈ ഒരു ക്ലബിന്റെ മാനേജ്മെന്റിന്റെ നടത്തിപ്പും ആരാധകരെ സുഖിപ്പിക്കലൊക്കെ ഒരു തരത്തിൽ കൂടെ പോകും. കുറച്ച് കാശ് കിട്ടാന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത വരെ തൂക്കി വെക്കാൻ ആറ്റിട്ടാണ് ഈ ഒരു മാനേജ്മെന്റ്. അപ്പം ക്ലബിന്റെ കോർ ഏതാ മാങ്ങ ഏതാ വേങ്ങ ഏതാ അതൊന്നും അല്ല. ഇവിടെ പല സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് ഓൺലി മണി, നത്തിങ് മോർ ദാൻ ദാറ്റ്. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു തേങ്ങ നടക്കുന്നത്. ആഫ്റ്റർ ഓൾ ദിസ് ഇസ് എ ബിസിനസ്. എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാ ക്ലബുകളും വ്യാപാരം ബിസിനസ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനോളം ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് വേറെയാണ്. അപ്പം ഈ ക്ലബിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പി ആർ സ്റ്റൺസ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. അതെന്ന് വെച്ചാൽ നല്ലൊരു പി ആർ ഏജൻസി വെക്കുന്നു, കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞപ്പുള എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ വലിയ റിവ്യൂയും കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. മൊണോപ്പൊളിക് ഫാൻ ക്ലബ്, മറ്റ് ഫാൻ ക്ലബ്ബുകൾ, അതായത് വേറെ ഫാൻ ക്ലബ്ബുകൾ വളർന്നു വന്നാൽ ഞങ്ങളുടെ ആ ഒരു സോഷ്യൽ മീഡിയ പുള്ളിംഗ് പവർ പോകുന്നു ഭയന്ന് പല ആരാധക സമൂഹങ്ങളെയും മുളയിലെ നുള്ളാൻ വേണ്ടി കൃത്യമായ പൊളിറ്റിക്സ് കൂടി നടത്തുന്ന ആരാധക സമൂഹമാണ് ഉള്ളത്. അവരുടെ ബാക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. മീൻസ് ഇവർ റിപ്പോർട്ട് ചെയ്ത് കളയായിരിക്കും. കാരണം ഞാൻ ഇപ്പം മഞ്ഞപ്പുറയെ കുറിച്ച് അതേക്കുറിച്ച് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഒരു ഊബർ ഡ്രൈവർ ആ ഒരു ഇഷ്യൂ, അത് മാത്രമല്ല പല കാര്യങ്ങളും ഇഷ്യൂ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് വഴി നമ്മൾ പറയാം. ഏതായാലും ഇവാൻ മുക്കോമാനോവിച്ചിന് അതിപ്പം അവിടെ കൊടുക്കാൻ കേസിന് ആസ്പദമായിട്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും ഇവരെ കാണിക്കുന്ന ഗ്രീഡി സ്റ്റീഡി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പം എന്നാൽ പോലും ഈ ക്ലബിന്റെ സ്റ്റേക്സ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം എല്ലാം നമുക്ക് വേണം, എല്ലാം എനിക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. അവർക്ക് മാത്രമല്ല ഈ ഒരു ക്ലബിന്റെ പല ആളുകൾക്കുള്ളത്. ആക്ച്വലി ഇവാൻ മുക്കോമാനോവിച്ചിന്റെ കാര്യത്തിൽ സംഭവം കട്ടപ്പ ബാഹുബലിയോട് ചെയ്ത ചതി എന്നൊക്കെ പറയുന്നത് വില കുറച്ച് കാണാൻ പറ്റില്ല. അതിന് എത്തിക്സ് ഉണ്ട്, ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ന്യായീകരണമുണ്ട്. പക്ഷേ ദിസ് റിഡിക്കുലസ്.